ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂൾ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറുമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. നെയ്യാറ്റിങ്കര ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷവും മഹാരഥന്മാരുടെ പ്രതിമകളുടെ അനാച്ഛാദന കർമ്മവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ MD S രാജശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. സ്കൂൾ വിത്ത് ഡിഫറൻസ് എന്ന് ഇംഗ്ലീഷ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാജശേഖരൻ നായർ എന്നെ 2 തവണ വിളിച്ചപ്പോഴും ഗോവയിൽ വന്നും വിളിച്ചു. എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ അപ്പുറത്താണ്. ഞാനിങ്ങനെ സാധാരണ ഓർക്കാറുണ്ട്, നമ്മുടെ പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ആ ഒഴുക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന നിമിഷം നമുക്ക് തോന്നും ഇതെല്ലാം അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളമല്ല ഒന്നാണെന്ന് തോന്നും. പക്ഷെ ഒരിക്കൽ ഒഴുകിപ്പോയ വെള്ളം പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ചരിത്രവും അതുപോലെയാണ്. ഭാരതമെന്ന് പറയുന്നത് നിരവധി ഋഷികളും മുനികളും ജീവിച്ച സ്ഥലമാണെന്നും ഇപ്പോഴുള്ള തലമുറകൾക്കും വരും തലമുറകൾക്കും നേരിൽ കണ്ട് പഠിക്കുവാനും പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ തീർക്കുകയാണ് സായി കൃഷ്ണ പബ്ലിക് സ്കൂൾ ഇത്തരം ആശയത്തിലൂടെ കണ്ടെത്തുന്നത്. ചെങ്കൽ എന്ന ഗ്രാമത്തിനെ ലോകതലത്തിലെത്തിക്കാൻ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിന് കഴിഞ്ഞുവെന്നും സ്കൂളിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്താളുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. 15,000 സ്ക്വയർ ഫീറ്റിൽ 2 തട്ടുകളിലായി ശ്രീ നാരായണ ഗുരുദേവൻ്റെയും അയ്യങ്കാളിയുടെയും മന്നത്ത് പത്മനാഭൻ്റെയും സായിബാബയുടെയും ചട്ടമ്പി സ്വാമികളുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും 15 അടി പൊക്കത്തിലുള്ള പ്രതിമകളാണ് അനാച്ഛാദന കർമ്മം ചെയ്തത്. NSS സംസ്ഥാന യൂണിയൻ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ ചെയർമാനുമായ സംഗീത് കുമാർ, മഹേശ്വരം ശിവപാർവതി ക്ഷേത്രമഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി, അരുവിപ്പുറം ക്ഷേത്രമഠാധിപതി സ്വാമി സാന്ദ്രാനന്ദ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. UDS ഡയറക്ടർ രാജശേഖരൻ നായർ, ചെയർമാൻ ഉദയ ചന്ദ്രിക, സ്കൂൾ മാനേജർ മോഹനകുമാരൻ നായർ, അക്കാഡമിക് ഡയറക്ടർ R രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ T രേണുക തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥി അഭിജിത്ത് ചടങ്ങിനെ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. GTV ന്യൂസ്, നെയ്യാറ്റിങ്കര.